ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം, ഓഡിയോ നമ്പർ 126. ബാബു മാ ജാഅ മിനത് തഗ്ലീദി ഫീമൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹ് ഫകൈഫ ഇദാ അബദഹു. 19ാമത്തെ ബാബാണ് നമ്മൾ പറഞ്ഞത്. കിതാബ് തൗഹീദിൽ നിന്ന് 19ാമത്തെ ബാബു വായിച്ചു. അതിന്റെ ഷറഹാണ് ഇനി പറയാൻ പോകുന്നത്. ബാബിന്റെ പേര് മാ ജാഅ മിനത് തഗ്ലീദി, അതിര് കവിയൽ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യം. ഫീമൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവരുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞതിനെ സംബന്ധിച്ച്. ഫകൈഫ ഇദാ അബദഹു, അപ്പൊ പിന്നെ ആ ഖബറാളിയെ തന്നെ ഇബാദത്ത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത് അതിനേക്കാൾ ഗൗരവതരമായിട്ടുള്ള കാര്യമാണല്ലോ, അത് തനിച്ച ശിർക്കാണ് എന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു ഹദീസാണ്, നമ്മൾ ചർച്ച ചെയ്ത ഹദീസല്ലേ. صحيح أن عائشة أن أم سلمة رضي الله عنها ذكرت لرسول الله صلى الله عليه وسلم كنيسة رأتها بأرض الحبش. صحيح لا صحيح ബുഖാരി സഹീഹ് മുസ്ലിമിലാണ് ഉദ്ദേശിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ നിന്നുള്ള നിവേദനം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹബഷ പ്രദേശത്ത്, എത്യോപ്യയിലെ ഹബഷയിൽ അവർ ഒരു കനീസ, ഒരു ചർച്ച് കണ്ടു. ഒമാ ഫിഹാ മിന സുവർ, ആ ചർച്ചിൽ കണ്ട ബിംബങ്ങൾ, രൂപങ്ങൾ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഇദാ മാത ഫീഹിം റജുലു സ്വാലിഹു അവിൽ അബ്ദു സ്വാലിഹ്. ആ കൂട്ടർ, അതായത് ക്രിസ്ത്യൻസ്, നസറാക്കള്, അവരെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ദാസൻ, ഇത് രണ്ടിലെന്തോ ആണ് നബി പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ബനു അലാ ഖബ്രിഹി മസ്ജിദൻ, അയാളെ ഖബറിന്റെ മുകളിൽ അവരൊരു മസ്ജിദ് പണിയും. വസവ്വറു ഫീഹി തിൽക സുവറ, എന്നിട്ട് അവരുടെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള ഷർറിന്റെ ആളുകളാണ്, മോശപ്പെട്ടവരാണ് എന്ന്. ഹൗലാഇ ജമഉ ബൈന ഫിത്നതൈൻ, ഫിത്നത്തുൽ ഖുബൂരി വ ഫിത്നത്തുൽ തമാസീൽ. ഇവർ രണ്ട് ഫിത്നകൾ ഒരുമിച്ച് കൂട്ടിയിരിക്കും, രണ്ട് കുഴപ്പങ്ങൾ. ഒന്നെന്താണ് ഖബറുകളായിട്ട് ബന്ധപ്പെട്ട ഫിത്ന, ഒന്ന് പ്രതിമകളുമായി ബന്ധപ്പെട്ട ഫിത്ന. ഇഷറഹിൻ എന്ന് പറയുന്നത് ഖാല ഫി സ്വഹീഹ്, ഫി സ്വഹീഹ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് യാനി ഫി സ്വഹീഹൈനി, സ്വഹീഹൈനി ആണ് ഉദ്ദേശിക്കുന്നത്. സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി മാത്രമല്ല, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം രണ്ടിലും ഇത് വന്നിട്ടുണ്ട് ഈ ഹദീസ്. അൻ ആയിഷത ഉമ്മുൽ മുഅ്മിനീന, ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നുള്ള നിവേദനം, ഉമ്മുൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ മാതാവായ, ബിൻതി അബീബക്കർ അസ്സുദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയായ ആയിഷ റളിയല്ലാഹു അൻഹ. അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന ഉമ്മ സലമത്ത, നിശ്ചയം ഉമ്മു സലമ എന്നവർ, ഇസ്മുഹ അവരുടെ പേര്, ഹിന്ദു ബിന്തു അബി ഉമയ്യത്ത അൽ മഖ്സൂമിയ അൽ ഖുറഷിയ സൗജു അബി സലമ, അബൂ സലമ എന്നിവരുടെ ഇണയായിരുന്നു അവർ. ഹാജറത്ത് ഹിയ വസൗജുഹ അബൂ സലമത്ത അൽ ഹിജറത്തൈൻ, ഉമ്മു സലമയും അവരുടെ ഭർത്താവ് അബൂ സലമയും രണ്ട് ഹിജറ പോയിട്ട്, അൽ ഹിജറത്ത ഇലൽ ഹബശത്തി വൽ ഹിജറത്ത ഇലൽ മദീനത്തി, ഹബഷയിലേക്കുള്ള ആദ്യ ഹിജറ അതിനും പോയിട്ടുണ്ട്, മദീനയിലേക്കുള്ള ഹിജറ രണ്ടിലും പങ്കെടുത്തവരാണ്. വതൂഫിയ അബൂ സലമത്ത റളിയല്ലാഹു അൻഹു ഫിൽ മദീനത്തി, മദീനയിൽ വെച്ച് അബൂ സലമത്ത റളിയല്ലാഹു അൻഹു അവരുടെ ഭർത്താവ് മരിച്ചു. ഫതസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. ഫസ്വാറത്ത് മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന റളിയല്ലാഹു തആല അൻഹ, അപ്പോൾ അവർ സത്യവിശ്വാസികളുടെ മാതാക്കളിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടവരായി. അന്നഹ ദക്കറത്ത് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനീസത്തൻ, അവർ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കനീസയെ സംബന്ധിച്ച് പരാമർശിച്ചു. റഅത്ഹ ഫീ അർളിൽ ഹബഷ, ഹബഷയിൽ അവർ കണ്ട ഇതായിട്ടുള്ള അൽ കനീസത്തു, കനീസത്തു ഹിയ മഅബദുൻ നസാറ, നസാറാക്കളുടെ മഅബദ് ആരാധന സ്ഥലമാണ്. അല്ലദീ യജ്തമിഊന ഫീഹി യൗമൽ അഹദി ലിഇബാദത്തി, ഞായറാഴ്ച ദിവസം അവരുടെ ഇബാദത്ത് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന. അമ്മ സൗമാഅത്തു ഫഹിയ മഅബദുൻ ഖാസുൻ ലിഫർദിൻ മിനൻ നസ്വാറ, എന്നാൽ സൗമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നസ്വാറാക്കളിൽ ഇൻഡിവിജ്വൽസ്, ഒരു വ്യക്തി
പ്രത്യേകമായിട്ട് ആരാധിക്കുന്ന സ്ഥലമാണ്. യഹ്ലൂഫി, അതിൽ അയാൾ ഒറ്റക്കായിട്ട് ഒഴിഞ്ഞിരുന്ന് ഒരാൾ ഒറ്റക്ക് ഇബാദത്ത് ചെയ്യുന്ന സ്ഥലമാണ് സൗമാഅത്ത് നസാറാക്കളിൽപ്പെട്ടത്. സൗമാഅത്തുലിൽ അഫ്റാദി മിനൻ നസറ. അപ്പൊ സൗമാഅത്ത് എന്ന് പറഞ്ഞാൽ നസാറാക്കളിലെ വ്യക്തികൾ, ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഇബാദത്തിന്റെ ഉള്ള സ്ഥലമാണ്. വമ്മൽ കനീസത്തു ഫഹിയൽ. എന്നാൽ കനീസ എന്ന് പറഞ്ഞാൽ അവരുടെ പൊതു ആരാധനാ കേന്ദ്രമാണ്, ചർച്ച്. വമാ ഫീഹാ മിന സുവരി, ആ കനീസയിലുള്ള സുവറുകളെ പറ്റി, യാരിമിൻ സുവരി സ്വാലിഹീൻ, അതായത് സജ്ജനങ്ങളുടെ രൂപങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ട്. ഉലായിക ആ കൂട്ടർ ബിൽ കസ്രി ഖിതാബുൽ ഉമ്മു സലമ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി പറയാണ് ആ കൂട്ടർ എന്ന് പറയുന്നത്. വയജൂസുൽ ഫത്ഹു ഉലായിക, ഉലായിക്കി എന്നും പറയാം, ഉലായിക്ക എന്നും പറയാം. ഉലായിക്കാന്ന് ഉലായിക്കി, ആദ്യം പറയാം ഉലായിക്കിന. സ്ത്രീയോടാകുമ്പോൾ ഉലായിക്കി എന്ന് വേണമെങ്കിൽ പറയാം, ഉലായിക്ക എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഖിതാബുൽ മുദക്കർ വലാകിനിൽ കസ്റ അഷ്ഹാബ് ലിഅന്നഹു യുഖാതിബു ഇംറാത്ത്. ഇവിടെ ഉലായിക്കി എന്നാണ് പ്രസിദ്ധം എന്നാണ്. ഉലായിക്ക എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഉലായിക്കി ഇദാ മാത ഫീഹിം അർറജുലു സ്വാലിഹു അവൽ അബ്ദു സ്വാലിഹു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ അല്ലെങ്കിൽ സ്വാലിഹായ ദാസൻ, ഇത് രണ്ടിലൊന്നാണ് നബി പറഞ്ഞത്. ഹാദാ ശക്കു മിനർ റാവി, അത് റിപ്പോർട്ട് ചെയ്ത ആൾക്കുള്ള സംശയമാണ് നബി എന്താണ് പറഞ്ഞത് എന്നുള്ളത്. ഹൽ ഖാല റസൂലു റജുലുൻ ഔ അബ്ദുൻ, റജുലുൻ വ്യക്തി, സ്വാലിഹായ വ്യക്തി എന്നാണോ, സ്വാലിഹ ഔ അബ്ദുൻ സ്വാലിഹായ ദാസൻ എന്നാണോ പറഞ്ഞത് എന്ന് റാവിക്ക് സംശയമുണ്ട്. വഹാദാ മിൻ തഹരീഹിം റളിയല്ലാഹു അൻഹും ഫി റിവായത്തി, ഇത് അവരുടെ ഒരു സൂക്ഷ്മത, ജാഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടർമാരുടെ ഒരു വാക്ക് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കുമ്പോൾ അത് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ ഇന്നതാണോ എന്ന് പറയുന്ന രീതിയുണ്ട്. നബി പറഞ്ഞ റജുലുൻ സ്വാലിഹും എന്നാണോ അതോ അബ്ദുൻ സ്വാലിഹും എന്നാണ്, രണ്ടാണെങ്കിലും ആശയത്തിന് പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഒരു കാര്യം ഉദ്ധരിക്കുകയാണല്ലോ. അപ്പോൾ ആ പറഞ്ഞത് നബി ദാസൻ എന്നാണോ അവിടെ വ്യക്തി എന്നാണോ പറഞ്ഞെന്നുള്ളത് സംശയമാണ്. പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച്, ഗണ്ഡിതമായി ഉറപ്പിച്ച് അദ്ദേഹം പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹായ ഒരു വ്യക്തി എന്നോ സ്വാലിഹായ ഒരു ദാസൻ എന്നോ ആണ് പറഞ്ഞത് എന്നേ പറഞ്ഞു. ഇനി ബനൗ അല ഖബ്രിഹി മസ്ജിദ, അങ്ങനെ സ്വാലിഹായ ഒരു വ്യക്തി അവരുടെ കൂട്ടത്തിൽ മരിച്ചാൽ അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്വാലിഹായ ദാസൻ മരിച്ചാൽ അയാളുടെ ഖബറിന്റെ മേലെ മസ്ജിദ് പണിയും. അതായത് മുസല്ല നിസ്കാരസ്ഥാനം. ഫൽ മുറാദു ബിൽ മസ്ജിദ് ഹുന, ഇവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന മുസല്ല വൽ മുതഅബ്ബദ്, ആരാധനാ കേന്ദ്രം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തഖദു അലൈഹി കനീസ, അതിന്മേൽ ഒരു ചർച്ച നിർമ്മിക്കും. യതഅബ്ബദൂന ഫിഹ, അതിൽ അവർ ഇബാദത്ത് ചെയ്യും. ഫസുമ്മിയ മസ്ജിദ്, എന്നിട്ട് അതെന്ത് മസ്ജിദ് പേര് വെക്കും. ഇവിടെ ഉണ്ടല്ലോ പല മുസ്ലിങ്ങളിൽ ഖബറിന്റെ നേർക്ക് മേലെ പണിയല്ലെങ്കിലും അതിനോടനുബന്ധിച്ച് ഒരു മസ്ജിദ് പണിയാണ്. ചില പ്രത്യേകം വ്യക്തിയുടെ പേരിൽ വന്നിട്ട് ആ മസ്ജിദ് അറിയപ്പെടും. അവിടെ ആ മസ്ജിദ് പോകുന്നതിന് പ്രധാനമായിട്ട് ആ ഖബറാളിയുടെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനോട് ചേർന്ന് ആ മസ്ജിദിൽ നിസ്കരിച്ചാൽ പ്രത്യേക ബർക്കത്തുണ്ട്, ഈ ഖബറാളിയുടെ ബർക്കത്തുണ്ട് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം എങ്ങനെ സ്വീകാര്യമാവും? അതെങ്ങനെ അള്ളാഹുവിനുള്ള നിസ്കാരമാകും? വസവ്വറു ഫീഹി തിൽക സുവറ, അതിൽ അവരുടെ ആ രൂപം അവർ ഉണ്ടാക്കി വെക്കും. ഐ സുവറ സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ രൂപങ്ങൾ. യൻസിബൂനഹ ഫി ഹാദൽ മക്കാൻ, ഈ സ്ഥാനത്ത് അവർ നാട്ടും. മിൻ ബാബിൽ ഉലുവി ഫി സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ വിഷയത്തിലുള്ള അതിര് കവിയൽ ആണിത്. തഖ്ലീദി ഷഖ്സിയാത്തിഹിം, അവരുടെ പേഴ്സണൽ, അവരെ ശാശ്വതമാക്കൽ, അതായത് അവരെ ഓർമ്മകൾ നിലനിർത്താനും എന്നൊക്കെ അവർ ചെയ്യുന്നത്. മിൻ ഹാദൽ ബാബ് ഹുവ മിൻ ബാബി തഅദീമി സ്വാലിഹീൻ, ഇത് സ്വാലിഹീങ്ങളെ ആദരിക്കുന്ന വിഷയത്തിൽപ്പെട്ട. അത് തഅദീമിൽ ഉലമ, അല്ലെങ്കിൽ ഉലമാക്കളെ. വലൗ കാന മിൻ ഗൈരി സ്വാലിഹീൻ കറുഅസാഇ സലാത്തീൻ വൽ മുലൂകി, ഇനി സ്വാലിഹീങ്ങളല്ല നേതാക്കന്മാര്, സുൽത്താൻമാര്, രാജാക്കന്മാര്, അങ്ങനെയുള്ള ആൾക്കാർ, അറിയപ്പെട്ട സ്വാലിഹീങ്ങൾ എന്ന നിലക്കല്ലെങ്കിലും വലിയ നേതാക്കന്മാർ എന്നുള്ള ആൾക്ക് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഇതേപോലെ തന്നെയാണ്, പാടില്ല. വഹാദാലായ യജൂസു ഫിൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൽ അനുവദനീയം അല്ല. ലിഅന്നഹു വസീലത്തുൻ ഇല ശിർക്ക്, കാരണം അതെന്താണ്? ഷിർക്കിലേക്കുള്ള വഴിയാണ്. വലാ സിയമാ ഫീ മവാത്തിനിൽ ഇബാദത്തി, പ്രത്യേകിച്ച് ഇബാദത്തിന്റെ കേന്ദ്രങ്ങളിൽ, സ്ഥലങ്ങളിൽ. കൽ മസാജിദ്, മസ്ജിദുകൾ പോലെ. മഹല്ലാത്തിൽ ഇബാദത്തി, ഇബാദത്തിന്റെ സ്ഥാനങ്ങൾ പോലെ.
ഫഹാദൽ അംറു അശദ്ദു. അപ്പോൾ ഇത് കുറെ കൂടി ശക്തമായിട്ടുള്ള കാര്യമാണ്. ഉമ്മഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് എന്തിന്മേൽ അറിയിച്ചു? അന്ന മൻ ബനൽ മസ്ജിദ് അല ഖബറി, ഖബറിന്റെ മേൽ മസ്ജിദ് പണിയുന്നവൻ, ഔ സവ്വറ സുവറ വനസബഹ, അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നാട്ടിയവൻ, അന്നഹു മിൻ ശിറാറിൽ ഖൽഖി, അവൻ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരിൽപ്പെട്ടവരാണ്. ഷിറാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജമ്മു ഷർറിൻ, ഷർറിന്റെ ജമ്മാണ്. വഹുവ അഫ്അലു തഫ്ദീൽ വൽ മുറാദു ബിഹി, ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് അശദ്ദുന്നാസി ഷർറൻ, ജനങ്ങളിൽ ഏറ്റവും ഷർറുള്ളവൻ. ഫദല്ല അലാ, അപ്പോൾ അത് അറിയിച്ചു എന്തിന്മേൽ? അന്നല്ലദീ യബ്നിൽ മസാജിദ അല ഖുബൂരി, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുന്നവർ, അന്നഹു അശദ്ദുന്നാസി ഷർറൻ, അവര് ജനങ്ങളിൽ ഏറ്റവും തിന്മയുടെ ഷർറിന്റെ മോശമായിട്ടുള്ള ആൾക്കാരാണ്. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിൻ ശരണം. ഫിൽ ഹദീസിൽ ആഖിർ അല്ലദീ സയഅതി, ഇനി വരാൻ പോകുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ശിറാറിൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരിൽപ്പെട്ടവരാണ്, മൻ തുദ്രിക്കുഹു സാഅതു വഹും അഹ്യാഉ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്ത്യനാൾ സംഭവിക്കുന്നു. അതായത് അന്ത്യനാൾ സംഭവിക്കുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം ജീവിച്ചിരിക്കുന്നവർ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ്. പിന്നെ മറ്റൊരു കൂട്ടരെ പറ്റി പറഞ്ഞത് ആരെയാണ്? വല്ലദീന യബ്നൂനൽ മസാജിദ, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുന്നവർ. ലിഅന്നഹും ഫതഹൂ ലിന്നാസി ബാബ ശിർക്കി, കാരണം അവർ ജനങ്ങൾക്ക് ഷിർക്കിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ബിഹാദൽ ഫിഅലി, ഈ പ്രവൃത്തി മുഖേന. വതസബ്ബബു ഫി ഇൻഹിറാഫിൽ ഉമ്മത്തി, ഉമ്മത്തിന്റെ ഇൻഹിറാഫ് റാഫാത്തിൽ അതിനവർ കാരണമാക്കി. വമാ ഹദസ ശിർക്കു ഫി ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിസബബിൽ ബിനാഇ അലൽ ഖുബൂർ. അപ്പോൾ ഷിർക്ക് ഉമ്മത്തിൽ സംഭവിച്ചിട്ടില്ല എങ്ങനെയല്ലാതെ? ഖബറുകൾ മേൽ ഖബർ കെട്ടിപ്പൊക്കിയിട്ടല്ലാതെ ഷിർക്ക് സംഭവിച്ചിട്ടില്ല. ഖബറുമായി ബന്ധപ്പെട്ടാണ് ഉമ്മത്തിൽ, ഈ മുസ്ലിം ഉമ്മത്തിൽ ഷിർക്ക് സംഭവിച്ചത് എന്നതാണ് തുടക്കം, അതാണ് അസ്ല്, അതാണ്. അവ്വലു മൻ ബന അലൽ ഖുബൂരി ഫിൽ ഇസ്ലാം, ഇനി ഖബറുകൾക്ക് മേല് കെട്ടിപ്പൊക്കിയത് അല്ലെങ്കിൽ എടുപ്പുണ്ടാക്കിയത് ആദ്യമായിട്ട് ഇസ്ലാമിൽ ആരാണ്? കമാ യഖൂലു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഹും അശ്ശിയ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന പോലെ അവർ ഷിയാക്കളാണ്. അൽ ഫാത്തിമിയൂൻ, ഷിയകളിലെ ഫാത്തിമികൾ. ثم قلدهم من قلدهم من المنتسبين الى السنه من الصوفيه وغيرهم, പിന്നെ സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ട അഹ്ലുസുന്നയാണ് വാദിക്കുന്ന സൂഫികളിൽപ്പെട്ട ചില ആളുകൾ അവരെ പിന്തുടർന്നു. ഫബുനിയത്തിൽ മസാജിദു അലൽ ഖുബൂരി ഫിൽ അംസാർ, അങ്ങനെ എന്താണ് മസ്ജിദുകൾ, പിന്നെ നാടുകളിലൊക്കെ ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടു എന്നതാണ്. ولا تزال الأمة الإسلامية تعاني من شر هذه القبور وفتنتها, ഈ തിന്മകളിൽ, ഈ ഷിർക്കിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിന് മുക്തമാകാൻ പറ്റിയിട്ടില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. ഖബറുകളായിട്ട് ബന്ധപ്പെട്ട ഈ ഫിത്ന, വഹുദൂസ് ശിർക്ക് ഫിൽ ഉമ്മ, ഉമ്മത്തിൽ ഈ ഷിർക്ക് സംഭവിക്കുന്നത്. അല്ലദീ ലാ യുഖിറുഹു മൻ യുഅ്മിനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും റസൂലിനും വിശ്വസിക്കുന്ന ഒരാളും ഇതിനെ അംഗീകരിക്കുകയില്ല. ലിഅന്നഹു ശിർക്കുൻ സുറാഹ്, കാരണം ഇത് വ്യക്തമായ ഷിർക്കാണ്. വഅസ്ബഹത് ഹാദിഹിൽ മസാജിദുൽ മബ്നിയ്യതു അലൽ ഖുബൂരി ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്, ഈ ഖബറുകൾക്ക് മേൽ പണിയപ്പെട്ടിട്ടുള്ള മസ്ജിദുകൾ അത് അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ബിംബങ്ങളായി മാറിയിട്ടുണ്ട്. അതായത് ജാറുണ്ടാക്കില്ലേ, ആ ജാറത്തിൽ തന്നെയാണ് മസ്ജിദ് ഇറങ്ങുന്നത്. അതൊരു ആരാധനാ കേന്ദ്രമാക്കുകയാണല്ലോ. അവിടെ ചെന്നിട്ട് പിന്നെ പട്ട് പതക്കുക, തിരി കത്തിക്കുക, അവിടെ ചെന്ന് വീഴുക, അവിടെ ചെന്ന് ദുആ ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടിയിട്ടല്ല, അവരോട് പ്രാർത്ഥിക്കുകയാണ്, അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ദർഗകളിൽ കിടക്കുന്നവർ, ഖബറിൽ കിടക്കുന്നവർ. ഇസ്ലാം, അതിന്റെ ആൾക്കാർ അത് ഇസ്ലാമിൽപ്പെട്ടതാണെന്ന് വിചാരിക്കുക. ഇസ്ലാം, അങ്ങനെ ആ ഖബർ കെട്ടിപ്പൊക്കുക, ദർഗ ഉണ്ടാക്കുക, അവിടെ പല അനാചാരങ്ങൾ ചെയ്യുക, അവരോട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ നിഷേധിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണ് അവരുടെ വിചാരം. അല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയുന്നവരെ പോലെ, ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വഇന്നാ അലാ ആഥാരിഹിം മുഖ്തദൂൻ, ഞങ്ങളുടെ പിതാക്കൾ ഒരു വഴിയിലായിരിക്കും ഞങ്ങൾ കണ്ടു. ഞങ്ങളെ പിതാക്കൾ ഇങ്ങനെ കണ്ടു, ഞങ്ങളെ വല്യപ്പാരൊക്കെ ഇങ്ങനെ കണ്ടു, വാപ്പാരൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ അവരുടെ ആധാറ്, അവരെ ഞങ്ങൾ പിന്തുടരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഞങ്ങൾ വേറൊന്നും ചെയ്യുന്നില്ല
ഞങ്ങളെ അപ്പന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാതെ ദീനുൽ ഇസ്ലാം എന്താണ് പറയുന്നത്, ഖുർആൻ എന്താ പറയുന്നത്, സുന്നത്ത് എന്താണ് പറയുന്നത്, ശരി എങ്ങനെയാണ്, സ്വഹാബാക്കൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇതൊന്നും നോക്കുന്നില്ല എന്നതാണ്. ഫഹും ഷിറാറുൽ ഖൽഖി, അവർ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ്. വഇൻകാനു യസ്ഉമൂന ഫി അൻഫുസിഹിം അന്ന ദാലിക സ്വഹാബ്, അത് നന്മയാണ്, നല്ലതാണ് എന്ന് അവർ സ്വയം വാദിക്കുന്നുണ്ടെങ്കിലും അന്നഹും ഖൈറുൽ ഖൽഖി, അവർ സൃഷ്ടികളിൽ ഉത്തമരാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്നതാണ്. ثم ذكر الشيخ عبارة لشيخ الإسلام ابن تيمية بعد الحديث وهي قوله فهؤلاء يعني اليهود والنصارى. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരുടെ ഇബാറത്താണ് പറഞ്ഞത്, പരാമർശിച്ചത്. ആര്? പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവർ. ഫഹൗലായി, അപ്പോൾ ഈ കൂട്ടർ, ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വൻ നസാറ, യഹൂദികളും നസാറാക്കളും. ജമഉ ബൈന ഫിത്നതൈൻ, അവർ രണ്ട് ഫിത്നകൾക്കിടയിൽ യോജിപ്പിച്ചു. ഏതൊക്കെയാണ്? ഫിത്നത്തുൽ ഖുബൂരി ഫിത്നത്തുൽ തമാഥീൽ, ഖബറുകളായിട്ട് ബന്ധപ്പെട്ട ഫിത്നയും ബിംബങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്ന. ഫിത്നത്തുൽ ഖുബൂരി ഹിയ അൽ ഉലൂവു ഫിൽ ഖുബൂരി, ഖബറുകളുടെ വിഷയത്തിലുള്ള അതിരുക വെച്ചിലാണ് ഖബറുകളായിട്ട് ബന്ധപ്പെട്ട ഫിത്ന എന്ന് പറഞ്ഞാൽ ഖബർ കെട്ടിപ്പോക്കർക്ക്. വതഅദീമുൽ ഖുബൂരി ഹത്താ തുത്തഖദ മുതഅബ്ബദാത്തിൻ, ആ ഖബറുകളെ ആദരിക്കുക. ഏതുവരെ? അത് ആരാധനാ കേന്ദ്രമാക്കപ്പെടുന്നത് വരെ. ഹാദിഹി ഫിത്നത്തുൻ അദീമത്തുൻ ഫിൽ ഉമ്മമി സ്സാബിഖതി വഫി ഹാദിഹിൽ ഉമ്മ, കഴിഞ്ഞ സമൂഹങ്ങളിലും ഈ ഉമ്മത്തിലും ഇത് ഗൗരവതരമായിട്ടുള്ള ഫിത്ന ആണ്. വൽ ഫിത്നത്തു സാനിയ, രണ്ടാമത്തെ ഫിത്ന ഫിത്നത്തു തമാഥീൽ, ബിംബങ്ങളുമായി ബന്ധപ്പെട്ട രൂപങ്ങൾ. വഹി ഫിത്നത്തുൻ ഖദീമത്തുൻ കമാ ഫീ ഖിസ്സത്തി ഖൗമി നൂഹ്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ ചരിത്രം പറഞ്ഞപ്പോൾ ആ ചരിത്രത്തിലുള്ളതുപോലെ ഇത് പഴയ കാലത്തെ ഫിത്നയാണ്. ഫഖൗമു നൂഹിൻ ഇന്നമാ വഖഅ ശിർകു ഫീഹിം ബിസബബി നസ്ബി തമാഥീൽ, രൂപങ്ങൾ നാട്ടിക്കൊണ്ട് അതിന്റെ കാരണമാണ് അവർക്ക് ഷിർക്ക് സംഭവിച്ചത്. വവഖഅ ശിർകു ഫിൽ യഹൂദി ബിസബബി തിംതാലിൽ ഇജ്ൽ അല്ലദി അമിലഹു സാമിരി, സാമിരി ഉണ്ടാക്കിയ ഇജ്ൽ, പശുക്കുട്ടിയുടെ രൂപം, അത് കാരണമാണ് യഹൂദികളിൽ ഷിർക്ക് ഉണ്ടായത്. വവഖഅ ശിർകു ഫിൻ നസാറ ബിസബബി നസ്ബി സ്വലീബി അലാ സൂറത്തിൽ മസീഹി ബിസഅമിഹി. ഇനി മസീഹിന്റെ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ രൂപം, അവരുടെ വാദപ്രകാരം ഉള്ള ആ രൂപം അതിൽ കുരിശു നാട്ടിയിട്ട് അതിന്റെ കാരണം കൊണ്ടാണ് നസാറാക്കൾ ഷിർക്ക് ഉണ്ടായത്. അപ്പോൾ ഈ സമൂഹത്തില്, ഈ ഉമ്മത്തില്, മുസ്ലിം ഉമ്മത്തില് ഉലമാക്കള്, ഉബ്ബാദ്, ആബിദീങ്ങൾ, നല്ല സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ രൂപങ്ങൾ നാട്ടൽ കൊണ്ട്, അതിന്റെ കാരണങ്ങൾ കൊണ്ട് ഈ ഉമ്മത്തിൽ ഷിർക്ക് ഭയപ്പെടണം എന്നതാണ്. അപ്പോൾ ഇത് ഗൗരവതരമായ ഫിത്നയാണ്. ഹദറ മിൻഹാ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.